ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പുഡിംഗ് ആണിത്. എത്ര പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായാലും ഈ പുഡിംഗ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ആടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ചെറിയ ചെറിയ പീസായി മുറിച്ചെടുക്കണം. ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നത് നമ്മൾ പുഡിംഗ് ട്രേയിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. നിങ്ങളത് വലുതാണെങ്കിൽ ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല, പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത് മതിയാവും. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മധുരം ഒന്ന് നോക്കാം. നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസ് പാലിൻ്റെ കൂട്ടിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഓരോ പീസും ഇതേപോലെ തന്നെ ഒന്ന് പാലിൻ്റെ കൂട്ടിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായി തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ 2 ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 ലെയറായിട്ട് ബ്രെഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പാലിൻ്റെ കൂട്ട് കുറച്ച് ബാക്കി വന്നിരുന്നു, അത് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ടോപ്പിംഗ് ആയിട്ട് എടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കെടുക്കാം. ഇതിപ്പോൾ നന്നായി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാരക്ക് പകരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വാനില എസൻസ് ചേർക്കുന്നില്ല. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് രണ്ടും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ച ബ്രെഡിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം ഒന്നിച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഈ ഒരു പുഡിംഗ് കഴിക്കുമ്പോൾ നമുക്ക് കേക്കൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടാൻ. ഇനി വിപ്പിംഗ് ക്രീം എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമുക്ക് സ്പാച്ചുല വെച്ച് തന്നെ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ വശങ്ങളിലും നമുക്ക് വിപ്പിംഗ് ക്രീം എത്തണം. ഇനി നമുക്ക് ഈ പുഡിങ്ങിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഡെസ്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സോ അല്ലെങ്കിൽ ചെറീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.